അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഏറ്റവും പ്രിയം നിറഞ്ഞ സഹപാഠികളെ, വിദ്യാർത്ഥികളെ, നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് എന്താണെന്ന് വെച്ചാൽ മുബ്തദ വ ഖബർ എന്ന വിഷയമാണ് ചർച്ച ചെയ്തത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജുംലത്തുൽ ഫിഅലിയയാണ്. അതായത് ഫിഅലിയായ സെന്റൻസ്, അതായത് ഒരു വെർബ് കൊണ്ട്, ക്രിയ കൊണ്ട് തുടങ്ങുന്ന സെന്റൻസ് ആണ് എന്ത് പറയുന്നത്, ജുംലത്തുൽ ഫിഅലിയ എന്ന് പറയുന്നത്. നമുക്കതിൻ്റെ അംസിലുകളിലേക്ക് ഒന്ന് പോയി നോക്കാം. ഒക്കെ മനസ്സിലാക്കിയിട്ട് പോയിട്ട് നമുക്ക് അതിൻ്റെ കായികയും വായിച്ചിട്ട് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. ലംസില ലമഅൽ ബർഖൻ, അതായത് ലമഅ എന്ന് വെച്ചാൽ മിന്നൽ, തിളങ്ങി അല്ലെങ്കിൽ മിന്നൽ വന്ന് നമ്മൾ മിന്നൽ, അതാണ് ഉദ്ദേശിക്കുന്നത്. അബദ്യാബു, ചെന്നായി എന്ത് ചെയ്തു, ഓരിയിട്ടു സൗണ്ട് ഉണ്ടാക്കൂലേ, അതിനാണ്. യസ്കുത്തുൽ സൽജ്, എന്ത് ചെയ്തു, മഞ്ഞ്. സഖത്ത എന്നാൽ വീഴുക, യസ്കുത്തുൽ സൽജു, മഞ്ഞ് വീണു. യസ്തദ്ദുൽ ബർദു, എന്താണ് ബർദ്, എന്താണ് നമ്മളെ തണുപ്പ്. ബർദ് എന്നാൽ തണുപ്പ്, യസ്തദ്ദുൽ ബർദ് എന്നാൽ തണുപ്പ് കഠിനമാണ്. അക്തിഫൽ വർദത്ത്, റോസാപ്പൂ പറിക്കുക. അക്തിഫൽ വർദ എന്നാൽ റോസാപ്പൂ പറിക്കുക. ഖുദുൽ കിതാബ്, പുസ്തകം എടുക്കുക. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ലമഅ എന്ന് പറഞ്ഞാൽ മിന്നി എന്നാണ്, അവ ഓരിയിട്ടു. യസ്ഖുത്ത്, എന്ത് ചെയ്തു, സഖത്ത വീണു. ഇസ്തദ്ദു ബർദ്, കഠിനമായി. അക്തിഫ് എന്ന് പറഞ്ഞാൽ പറിച്ചു. ഖുദ് എടുത്തു എന്നൊക്കെയുള്ള അർത്ഥം. ഇതൊക്കെയാണ് ഇതിലുള്ള ഫിഅലുകൾ എന്ന് പറയുന്നത്. നമുക്കിതിന്റെ ബഹ്സ് ഒന്ന് വായിച്ചു നോക്കാം. നഅറഫു മിമ്മ തഖദ്ദമ അൻ കുല്ല മിസാൽ മിൻ അംസിലത്തി സാബിഖ യുസമ്മى ജുംലത്തുൽ മുഫീദ لأنه تركيب يفيد سامع فاعدة تامة. وإذا تأملنا هذه الجملة وجدنا كل واحد منها مركبة من فعل وفاعل. ولأن كل جملة من هذه الجملة مبتدعة بفعل تسمى جملة الفعلية. ഇതിൽ തുടങ്ങുന്നത് ഫിഅലിയായ മുബ്തദ, തുടങ്ങുന്നത് ഫിഅൽ കൊണ്ടാണെങ്കിൽ അതെന്ത് ചെയ്യും, ഫിഅലിയായ ജുംല എന്നാണ് പറയപ്പെടുന്നത്. നിസ്മിയായി തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നിസ്മിയായ ജുംലയെ കുറിച്ച് പറയും. ഇത് ഫിഅൽ കൊണ്ട് തുടങ്ങുന്നത് കൊണ്ട് നമുക്ക് ഫിഅലിയായ ജുംല, ഇപ്പം നമുക്ക് അധികം പറയാം. ലഅബൽ വലദു, കുട്ടി കളിച്ചു, അങ്ങനെയുള്ള. ശരിബൽ മാ, വെള്ളം കുടിച്ചു എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പറയാം. അതൊക്കെ എന്ത് ചെയ്യണം, ഒരു ഫിഅലാണ്, ഒരു പ്രവൃത്തി കൊണ്ട് തുടങ്ങുന്ന ജുംലകൾക്കാണ് എന്താ പറയുക, ജുംലത്തുൽ ഫിഅലിയ എന്ന് പറയുന്നത്. ഇതിന്റെ ഖാഇദ ഒന്ന് നോക്കിയാൽ, കുല്ല ജുംലത്തിൻ തതർക്കബു മിൻ ഫിഅലിൻ വഫാഇലിൻ തുസമ്മ ജുംലത്തുൽ ഫിഅലിയ. ഇതെന്ത് ഉണ്ടാവും, ഫിഅലിനെയും ഫാഇൽ, ഇതിന്റെ പ്രവൃത്തി ചെയ്യുന്ന ആളെയും, തർക്കീബ് പറഞ്ഞാൽ ഫസ്റ്റിൽ ഫിഅൽ പിന്നെ ഫാഇൽ എന്ന രൂപത്തിലുള്ള തർക്കീബാക്കി വെച്ചത് തന്നെയാണ് ജുംലത്തുൽ ഫിഅലിയ എന്ന് പറയപ്പെടുന്നത്. നമുക്ക് ഇതിന്റെ ഖാഇദ ഒന്നുകൂടി വായിച്ചാൽ, കുല്ല ജുംലത്തിൻ തതർക്കബു മിൻ ഫിഅലിൻ വഫാഇലിൻ തുസമ്മ ജുംലത്തുൽ ഫിഅലിയ. ഫസ്റ്റ് ഫിഅൽ ഉണ്ടാവും പിന്നെ ഫാഇൽ ഉണ്ടാവും. അതിനാണ് എന്ത് ചെയ്യുക, ജുംലത്തുൽ ഫിഅലിയ എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ജുംലത്തുൽ ഇസ്മിയ ചർച്ച ചെയ്യാം. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇൻഷാ അല്ലാഹ്.